ഹലോ, ഇന്ന് നമുക്ക് റാസ്പുറ്റിൻ റോളിൻ്റെ റെസിപ്പി നോക്കിയാലോ. റാസ്പുറ്റിൻ റോൾ എന്ന് പറയുമ്പോൾ അതിനെക്കാട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ. ഇതൊരു പുതിയ റെസിപ്പിയാണ്. ഇതൊരു പാൻകേക്കിൻ്റെ ടേസ്റ്റ് ആട്ടോ. അകത്ത് ഫ്രൂട്ട്സ് ക്രീമൊക്കെ ഉണ്ട്. ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ ഒരു പീസ് എടുത്ത് കഴിച്ചാൽ അത്യാവശ്യം വിശപ്പൊക്കെ മാറും. അത്യാവശ്യം വലിയ സൈസ് ആട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി ആക്കാം. ഒരു 6 മുട്ടയുടെ വെള്ള, അതിലേക്ക് ഒരു പിഞ്ചസ് ഉപ്പ് ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഉപയോഗിക്കണമെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും വേണ്ടി വരും ഇതുപോലെ പതഞ്ഞ് വരാനായിട്ട്. ഇതിലേക്ക് ഒരു 2/3 ഷുഗർ, ഗ്രാനുലേറ്റഡ് ഷുഗർ ഇട്ട് നന്നായിട്ട് ഇതുപോലെ വിസ്ക് ചെയ്ത് ഒരു സ്റ്റിഫ് പീക്ക് വന്നവരെയും ചെയ്യാം. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മുടെ 6 മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേക്ക് ഒരു 2/3 കപ്പ് ഫ്ലോർ, നമ്മുടെ മൈദ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീറ്റ് ഫ്ലോർ ആയാലും ഉപയോഗിക്കാം. ഇതിട്ട് ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം കണ്ടോ, നല്ലൊരു ടെക്സ്ചറാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു ടെക്സ്ചറാണ്. ഇനി ഞാൻ ഇവിടെ ആ ഒരു റാസ്പുട്ടിൻ ഡാൻസ് സ്റ്റെപ്പ് ചെയ്തത് കൊണ്ട് ഞാനിത് ആവശ്യത്തിനുള്ള ഓരോ പോർഷനാക്കി മാറ്റി ഓരോ കളേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ചെയ്യണം എന്നില്ല കേട്ടോ. ജസ്റ്റ് ആ റോൾ ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനത്തെ ഒരു ഇമേജ് ഒന്നും ഉണ്ടാക്കണം എന്നില്ല. ഇനി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വല്ല പൂവോ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒരു പേപ്പറിൽ ഇത് വരച്ചു, എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലാണ് ഇത് സ്കെച്ച് ചെയ്തെടുക്കുന്നത്. ഞാനൊരു ടൂത്ത് പിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇനി അതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 2 അല്ലെങ്കിൽ 4 മിനിറ്റ് വരെ. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, ആ ബാറ്റർ ഒഴിക്കണം. പക്ഷേ ആ ബാറ്റർ ഏകദേശം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. പടമൊക്കെ വരച്ച് വന്നപ്പോൾ ഏകദേശം സമയം എടുത്തു, കാരണം 4 പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്ക് കുട്ടി എണീറ്റു. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ അത് ഓൾറെഡി അതിന് വേണ്ട റെസ്റ്റൊക്കെ കിട്ടി. അത് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15-20 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി കേട്ടോ. ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പേപ്പറിൽ പൊടി തൂവിയിട്ട് ഇത് അതിലോട്ട് മറിച്ചിടാം. ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ചൂട് ഉള്ളപ്പോൾ തന്നെ ഇത് റോൾ ചെയ്ത് വെക്കാം. കാരണം ആ ഒരു റോൾ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കിയാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചൂടോടുകൂടി തന്നെ ഇങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ വേണ്ടി ആവശ്യമുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തോളൂ, പഞ്ചസാരയും എസൻസ് ഒഴിച്ചിട്ട്, വേറെ ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആയാലും ചെയ്യാം. അത് ചെയ്തതിന് ശേഷം ഞാൻ സ്ട്രോബെറി ഇതുപോലെ ലൈൻ ചെയ്ത് വെച്ചിട്ട് വീണ്ടും മടക്കിയാണ് കേട്ടോ. ഇങ്ങനെ മടക്കി ഇതൊരു 2 അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും റെഫ്രിജറേറ്റ് ചെയ്യണം, ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമ്മുടെ ഈ റോള് സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം റോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് പിന്നെ പേപ്പർ കൊണ്ട് കവർ ചെയ്യാണ്ട് ചെയ്തത്. ഇപ്പം കണ്ടോ, നന്നായിട്ട് ആ ഡിസൈനൊക്കെ അതിൽ പതിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഡിസൈൻ ബേക്ക് ചെയ്യുമ്പോൾ ഒരു 2 അല്ലെങ്കിൽ 4 മിനിറ്റ് വരെയും ബേക്ക് ചെയ്താൽ മതി. അധികം ബേക്ക് ചെയ്താൽ ഭയങ്കരമായിട്ട് അതിൽ പതിഞ്ഞു പോവും. നമുക്ക് ആ ഷീറ്റിലോട്ട് ഇതുപോലെ കിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-4 മണിക്കൂറിന് ശേഷമാണ് എടുത്തത്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പാൻ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റാണ് വരിക. നമ്മൾ ആ ബാറ്റർ അതുപോലെ തന്നെ ഒഴിച്ച് വരണമെങ്കിൽ ഒരു കേക്കിൻ്റെ ടെക്സ്ചറായിട്ട് വരും. പക്ഷേ ഇങ്ങനത്തെ ഒരു പാൻ കേക്കിൻ്റെ ടെക്സ്ചർ കിട്ടണമെങ്കിൽ ഒരു 1/2 തൊട്ട് 1 മണിക്കൂറെങ്കിലും ബാറ്റർ അനക്കാണ്ട് വെക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ ആ വീർത്തതൊക്കെ ഇങ്ങനെ താഴ്ന്നു പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാലും ജസ്റ്റ് ഒന്ന് വിസ്ക് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ആ പാൻ കേക്കിൻ്റെ ടെക്സ്ചർ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ഭയങ്കര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റോള് തയ്യാറായിട്ടുണ്ട്. ശരിക്കും ആ ഒരു പാൻ കേക്കിൻ്റെ ഫ്ലേവറാണ്. ക്രീമുണ്ട്, പിന്നെ ഫ്രൂട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലത്തെ ഒരു റോള് കഴിച്ചാൽ നമ്മുടെ രാവിലത്തെ വിശപ്പൊക്കെ മാറും. അപ്പോൾ തിരക്കുള്ള ദിവസമൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഇതെടുത്തൊന്ന് കഴിച്ചാൽ പോരെ. ഇനി തണുപ്പ് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കാലത്ത് എണീക്കുമ്പോൾ തന്നെ പുറത്തെടുത്ത് വെക്കുക, ആവശ്യമുള്ള പീസ്, എന്നിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിടിലമാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. എന്തായാലും നാളെ കാണാം കേട്ടോ. ബൈ.